Prepwiseന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡിഗ്രി തലത്തിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ അല്ലാതെ വേറെ ഏത് ഫീൽഡിലേക്കും ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് 40-ലധികം വരുന്ന വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. കഴിഞ്ഞ വർഷം വരെ ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെയുള്ള മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുമുള്ള അഡ്മിഷൻ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ചുരുക്കം ചില യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കർണാടക, തമിഴ്നാടു ഇവയൊക്കെ CUCET എന്ന പേരിൽ എൻട്രൻസ് ടെസ്റ്റും നടത്തി വന്നിരുന്നു. ഈ വർഷം മുതൽ ഈ സീൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുമുള്ള അഡ്മിഷൻ CUCET എന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി സ്ട്രീം ലൈൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരികയും അത്രത്തോളം തന്നെ കോമ്പറ്റേറ്റീവ് ആവുകയും ചെയ്യും. ഈ വരാൻ പോകുന്ന ചേഞ്ചസും അത് വരുത്തുന്ന ഇമ്പാക്റ്റും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർദ്ദേശിച്ച ഒരു മേജർ ചേഞ്ചാണ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ ഒരു സിംഗിൾ എൻട്രൻസ് ടെസ്റ്റ് വഴിയാക്കുക എന്നത്. ഇതുവരെയുള്ള അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങളുടെ +2 മാർക്കാണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും അഡ്മിഷൻ ലഭിക്കാനുള്ള വലിയ പങ്ക് വഹിക്കുന്നത്. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഹൈലി സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിങ് ഡൽഹി യൂണിവേഴ്സിറ്റീസിലൊക്കെ വർഷം തോറും അവരുടെ അഡ്മിഷൻ കട്ട് ഓഫ് മാർക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈവൻ 95% മുകളിൽ മാർക്സ് കിട്ടിയ കുട്ടികൾക്ക് പോലും ബെസ്റ്റ് കോളേജസിൽ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 12th മാർക്സ് ബേസ്ഡ് അഡ്മിഷൻ്റെ വേറെ ഒരു പ്രോബ്ലമാണ് പല എഡ്യൂക്കേഷൻ ബോർഡ്സ് തമ്മിലുള്ള ലീനിയൻസി അല്ലെ ഗ്രേഡിംഗ് പാറ്റേണിൻ്റെ ഡിഫറൻസസ് കാരണം വരുന്ന ഡിസ്ക്രിമിനേഷൻ. ഈ ഇഷ്യൂസിനൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ പരിഹാരമാകും നമ്മുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എക്സ്പെർട്സ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദ അഡോപ്ഷൻ ഓഫ് CUCET അക്രോസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പം CUCET വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണോ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സിൻ്റെ ബേസിസിൽ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെയും അഡ്മിഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ എലിജിബിൾ ആവുന്ന യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ +2 മാർക്സും നോക്കപ്പെടും. അതിൻ്റെ വെയിറ്റേജ് ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ പോളിസിയും അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? 50% ഫോർ യുവർ CUCET സ്കോർ ആൻഡ് 50% ഫോർ യുവർ +2 മാർക്സ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്സ്. ഇങ്ങനെ വരുമ്പോൾ അഡ്മിഷൻ പ്രോസസ്സിൽ ഒരു ബാലൻസ് കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. CUCET വരുന്നതോടുകൂടി ഇത് അഡ്രസ്സ് ചെയ്യുന്ന ചില കൺസേൺസും ഇത് കൊണ്ടുവരുന്ന പോസിറ്റീവ് കോൺസിക്വൻസസും നമുക്കൊന്ന് പിൻ പോയിൻറ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്, ഓരോ വർഷം തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കട്ട് ഓഫ് മാർക്സിൻ്റെ ട്രെൻഡ് ഇനി മുതൽ സ്റ്റുഡൻസിൻ്റെ മേലൊരു അനാവശ്യ പ്രഷറായി വരില്ല. രണ്ടാമത്, വ്യത്യസ്തങ്ങളായ ബോർഡ് എക്സാംസിനുപരി ഒരു സിംഗിൾ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും അഡ്മിഷൻ കിട്ടാൻ ഒരു ഫെയർ ചാൻസ് CUCET നൽകുന്നതാണ്. മൂന്നാമത്, ഒരു കോമൺ ആപ്റ്റിറ്റ്യൂഡ് സ്ക്രീനിങ് വരുമ്പോൾ മൊത്തത്തിൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുമുള്ള സ്റ്റുഡൻറ്റ് ഇൻടേക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ബോർഡ് എക്സാംസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്, അതായത് പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു എക്സാം. എന്നാൽ CUCET ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, അതായത് സ്റ്റുഡൻസിൻ്റെ പല ഏരിയാസിലുള്ള അഭിരുചി പരിശോധിക്കുന്ന ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ വരുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് എബിലിറ്റീസിനാണ്, അല്ലാതെ റോഡ് ലേണിംഗ് ബേസ്ഡുള്ള പെർഫോമൻസിനെ അല്ല. അതായത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് പഠിച്ചു വച്ചിട്ട് പെർഫോം ചെയ്യുന്നതിന് ഉപരി ഓരോ സ്റ്റുഡൻസിൻ്റെയും ഇൻഹെറൻറ്റ് അബിലിറ്റീസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ വരുത്തും. സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റുഡൻസിനെ മാർക്കറ്റ് റെഡി ആക്കാനും അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനും കാരണമാകും.
CUCET എന്തുകൊണ്ട് ആവശ്യമാണെന്നും ഇത് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാൻ പോകുന്ന ക്വാളിറ്റി അപ്ഗ്രേഡും നമ്മൾ മനസ്സിലാക്കി. So gear up and start preparing for this game-changing entrance exam. CUCET പ്രിപ്പറേഷനുള്ള എല്ലാ റിസോഴ്സസും ഗൈഡൻസും Prepwise ആപ്പിൽ ലഭ്യമാണ്. Join us at Prepwise and crack CUCET.